ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചാണ്. ഉച്ചയ്ക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ലഞ്ചിനുള്ള പരിപാടിക്ക് നിന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമാധാനത്തിൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുക്കർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറും വെക്കണം, അത്രയേ ഉള്ളൂ. ഇന്നത്തെ സിമ്പിൾ ലഞ്ചാണ്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളങ്ങനെയാണ്, ഒരു കറി ഇല്ലെങ്കിൽ വേറെ സാമ്പാറോ എന്തെങ്കിലും ആണെങ്കിൽ ഒരു ഉപ്പേരി മാത്രം. അധികം കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ, 1-2 കറികൾ. അങ്ങനെ തന്നെയാണ് നമ്മളെന്നും ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ കുക്കറിൽ ചിക്കൻ കറി വയ്ക്കാം. ഏട്ടന് കുക്കറിൽ ചിക്കൻ കറി വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഇന്ന് ഏട്ടനില്ല, അതുകൊണ്ട് ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കും കുറച്ച് ചിക്കൻ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിലാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. മാക്സിമം എല്ലാ കറിയുടെയും ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല, കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് വെക്കാനുണ്ട്. ചോറും അങ്ങനെ തന്നെ. ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ട് എന്തെങ്കിലും കുറച്ച് പണികൾ ചെയ്തിട്ട് വരുമ്പോഴേക്കും അത് തിളച്ചിട്ടുണ്ടാവും. ആ തിളച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അത് ജാങ്സണിലേക്ക് മാറ്റിയിട്ടും വേറെ എന്തെങ്കിലും പണികൾ ചെയ്തിട്ട് വരുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ചോറിൻ്റെ പരിപാടി. അപ്പോൾ കുക്കറിൽ ചിക്കനെല്ലാം ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ വിസിൽ വെച്ചിട്ട് അരി ഇട്ടിട്ട് വന്നതാണ്. ഇനി നമുക്ക് കുറച്ച് തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഉണങ്ങാനിടാനുണ്ടായിരുന്നു. തുണികൾ ഉണങ്ങാനിട്ടിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. പെട്ടെന്ന് തന്നെയാണ്. എനിക്ക് അടുക്കളപ്പണി കൂടുതൽ നേരം നിൽക്കുന്നത് ഇഷ്ടമല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളപ്പണി ചെയ്യാറുണ്ട്. അപ്പോൾ ദേ കണ്ടോ, വെയിലൊക്കെ ആയിട്ടുണ്ട്. ഉച്ച സമയമായല്ലോ, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ദേ എങ്ങനെ പോയാലും നമ്മളിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പന്മാർ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് കറങ്ങാൻ ഇഷ്ടമാണ്. അങ്ങനെ ചോറ് തളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ജാങ്സണിലേക്ക് മാറ്റി. ചിക്കനും റെഡി ആയിട്ടുണ്ട്. വേറെ കുറേ കറികൾ വെക്കുന്നതിനേക്കാളും ഈ ഒരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ വേറെ പണികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ കറിക്ക് ഓടുന്നത് കേട്ടോ. മീൻ കറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കറിയിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. അപ്പോൾ റിലാക്സ് ആയിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് അടിച്ചു വരാനുണ്ട്. അപ്പോൾ ചോറ് അവിടെ ജാങ്സണിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ. ചോറ് വെന്ത് വരുമ്പോഴേക്കും എൻ്റെ അടിച്ചു വരലും കഴിഞ്ഞിട്ടുണ്ടാവും. കുക്കറിൻ്റെ വിസിൽ വന്നിട്ട് അതിൻ്റെ എയർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. എയർ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. ഇവന്മാർക്ക് കാലുണ്ടായിരുന്നു, ഞാനത് ഫ്രൈ ഒന്നും ചെയ്തില്ല. ചിക്കൻ കറിയിൽ തന്നെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണോ ചിക്കൻ കറിയേ നാക്കൊടുക്കുന്നതാണ്. ചിക്കൻ കറി തന്നെ നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് അടുക്കള വാതിൽ അടച്ചിട്ട് വേണം ഫ്രണ്ടിൽ പോയിരിക്കാനേ. ഇല്ലെങ്കിൽ ഈ പിള്ളേരിങ്ങനെ ഉള്ളിൽ കയറും, ഈ ചോട്ടും പിള്ളേരൊക്കെ. അപ്പോൾ ഇത്ര നേരം പണി. ഇപ്പോൾ പാലക്കാട് നല്ല ചൂടായിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, പക്ഷെ അപ്പം തന്നെ നല്ല ചൂടാണ്. ഇനിയും ഏപ്രിൽ മാസമൊക്കെ എന്ത് ചെയ്യുന്നുള്ളതൊന്നും അറിയില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഇപ്പം തന്നെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ തുടങ്ങി. ഇതുവരെ ഫ്രിഡ്ജിൽ വെള്ളമൊന്നും വെക്കില്ല കേട്ടോ, കുട്ടികൾ കുടിക്കും ജലദോഷം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട്. ഇപ്പം പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് എനിക്ക് മാത്രമായിട്ട് കുറച്ച് വെള്ളം വെച്ചതാണ്. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് കുറച്ച് നേരം വരിക്കുട്ടിയുടെ കൂടെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഓർത്തത് രാവിലെ നൂൽപുട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കുറേ കാലമായി ഞാനും വിചാരിക്കാൻ തുടങ്ങി. ചിക്കനും പിടിയും ഇങ്ങനെ ഫോണിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടതാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാനിങ്ങനെ നൂൽപുട്ടിൻ്റെ ബാലൻസ് ഞാനിങ്ങനെ കുഞ്ഞു കോഴിക്കട്ടി ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മാവ് കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ശരി, പിടി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാമല്ലോ. ഏട്ടനില്ലാത്തതുകൊണ്ട്, ഏട്ടന് ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഏട്ടനുണ്ടെങ്കിൽ പിന്നെ അതൊന്നും മെനക്കെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുമില്ല. ഇന്നിപ്പോൾ ഇല്ല, വരിക്കുട്ടിക്കും അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഉണ്ട്, വരിക്കുട്ടിയും ഞാനും. കുഞ്ഞൊന്നും ഇങ്ങനെ ഈ കോഴിക്കട്ടയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് അതിനെ കുറച്ച് സവാളയൊക്കെ വഴറ്റി കറിവേപ്പിലയും എല്ലാം വഴറ്റിയെടുത്ത് കടുകൊക്കെ പൊടിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ ചിരവിയതൊക്കെ ഇട്ടിട്ടാണ് പിടി ഉണ്ടാക്കിയിട്ട് അതിനെ ബോൾസ് ആക്കിയിട്ട് ആവി കയറ്റിയിട്ട് അതാണ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പിടി ഉണ്ടാക്കുന്നത് ചിക്കൻ കറി തന്നെ വേണമെന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നമുക്ക് ചായക്ക് സ്നാക്സ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പിടിയാണ്. അപ്പം ഞാനതിന് പെട്ടെന്ന് തന്നെ കടുകും കുറച്ച് ജീരകവും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിടി ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് പൊതുവേ ഈ ഇലയട കൊഴുക്കട്ട അതിൻ്റെ ഉള്ളിൽ മധുരമൊക്കെ ഫില്ല് ചെയ്തതും ഉപ്പാണെങ്കിലും എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഉപ്പിട്ടിട്ട് നമ്മൾ ഇലയട ഉണ്ടാക്കാറില്ല. ഇങ്ങനെ കുഞ്ഞു പിടിയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉപ്പിട്ടിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്.
ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ സവോളയും തേങ്ങയൊക്കെ ചേർത്തിട്ട് കുഞ്ഞു പിടി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത്. അല്ലാതെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ഞാനിങ്ങനെ കൊഴുക്കട്ടയാക്കുന്നല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതേ കണ്ടോ, മാവ് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ പൊടിച്ചെടുത്ത് നന്നായി ഇളക്കി നന്നായി യോജിപ്പിച്ചെടുത്തു. ഈ തേങ്ങ ചെരുവിയതിലും സവോളയിലൊക്കെ നല്ലോണം ഇളക്കി എല്ലാവിടെയും ഉപ്പിട്ടിട്ടാണ് കുഴച്ചത്. എങ്കിലും ഞാൻ സവോളയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അതെല്ലാം എല്ലാവിടെയും എത്താൻ വേണ്ടിയിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് ചൂട് പോയിട്ടില്ല, എന്നാലും ഞാൻ ഒരുവിധം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കട്ടെ. നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണ്ടേ. എന്നിട്ട് നൂൽപുട്ട് ഉണ്ടാക്കണം ആ തട്ടിൽ തന്നെ കുഞ്ഞു ഒരുപാട് വലിയ ബോൾസ് ആക്കിയാലേ കഴിക്കാനും മടുപ്പ് വരും, ഇവന്മാർ കഴിക്കൂല. അപ്പോൾ കുഞ്ഞു ബോൾസ് ആകുമ്പോൾ ഒറ്റ വായിക്ക് തീരുമല്ലോ. അതുകൊണ്ട് കുഞ്ഞു ബോൾസാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. വരിക്കുട്ടി ബുൾസ ഉണ്ടാക്കണം എന്നിട്ട് വരികയാണ്. വരിക്കുട്ടിക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ മുട്ട കണ്ടാൽ പിന്നെ ബുൾസ. അപ്പോൾ അതിന് വേണ്ടി നിൽക്കണം. അതിന് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളുടെ വലിയൊരു കലവറ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. ചിലത് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. മാക്സിമം ഞാൻ എനിക്ക് പറ്റണതേ ചെയ്യുള്ളൂ കേട്ടോ. ഫ്ലോപ്പ് ആവണത് ഞാൻ അധികവും എടുത്ത് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണമല്ലോ. പിന്നെ അമൃതപ്പൊടി കൊണ്ടാണെങ്കിലും ഇതുപോലെ അമൃതപ്പൊടി ഉണ്ടെങ്കിലും ഇങ്ങനെ കൊഴുക്കട്ട ഉള്ളിൽ തേങ്ങയും വെള്ളമൊക്കെ ഇട്ടിട്ട് ചെയ്യണതും അമൃതപ്പൊടി ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കും കുറച്ച് ചായയുടെ കൂടെ ഇങ്ങനെ സ്നാക്സ് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതേ കുഞ്ഞ് കോഴിക്കട്ടകൾ ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ കയറണില്ല. എന്നിട്ട് പിന്നെ അത് കയ്യിലെടുത്തിട്ട് പിന്നെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവി കയറ്റുമ്പോഴേക്കും കുറച്ച് നേരം പോയിട്ട് വരിക്കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് വരാം. അങ്ങനെ കുക്കറിൽ വെച്ചിട്ട്, ഇഡലി കുക്കറിൽ തന്നെയാണ് വെച്ചത്. ഇനി വരിക്കുട്ടി അവിടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വരിക്കുട്ടിക്ക് എന്താ പണി? വരിക്കുട്ടി ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരിക്കൽ എന്നെ പണിയിട്ടാ. എപ്പോഴും ഒന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ. അതുകൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. എന്നും കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോഴല്ലേ കൊടുക്കാതിരിക്കുക. അങ്ങനെ ദേ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഏട്ടൻ എപ്പോഴും പറയും, ഒന്ന് ജനലൊക്കെ നിനക്ക് തുറന്നിട്ടുണ്ട്. ഞാൻ അധികം ജനൽ തുറന്നിട്ടില്ല, പൂച്ച കയറുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ എന്നെ ചീത്ത പറയും, കുറച്ച് വെളിച്ചമൊക്കെ വരട്ടെ, നീ കുറച്ച് ജനലൊക്കെ തുറന്നിട്ടെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാറുണ്ട്. അപ്പോൾ ഇന്ന് 2 ജനലൊക്കെ തുറന്നിട്ട് ചോറും കറിയൊക്കെ ആയതിന് ശേഷം വരിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനും കഴിക്കാൻ വരണം. അങ്ങനെ ഞാൻ ഈ കുഞ്ഞു കോഴിക്കട്ട ആയതിന് ശേഷമാണ് കേട്ടോ കഴിക്കാൻ വരുന്നത്. വരിക്കുട്ടിയും ഞാനും. കുഞ്ഞ് പിന്നെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വരില്ല. വരിക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പീസുകളൊക്കെ ഞാൻ എടുത്തിട്ട് വന്ന് പറഞ്ഞിട്ടേ അവൻ എൻ്റെ ഇത് കൈയിട്ട് വരണം. അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവനെ കൊടുത്തത് അവനെ കഴിച്ചാൽ പോരെ, എൻ്റെ ഇന്ന് കൈയിട്ട് വരണം. അപ്പോൾ ഞാൻ കൊടുക്കില്ല. അപ്പോൾ ഞാൻ അവൻ എൻ്റെ പീസ് എടുത്തപ്പോൾ ഞാൻ എന്നാൽ അവൻ്റെ പീസ് എടുക്കും പറഞ്ഞിട്ട് അവൻ്റെ പീസ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് തല്ലുപൊടിയൊക്കെ ഉണ്ടാവാറുണ്ട്. കാല് പിന്നെ പറയണ്ടല്ലോ. വിനോട്ടനാണ് രാവിലെ ചിക്കൻ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ കാല് കട്ട് ചെയ്യാണ്ട് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയും കുട്ടികൾക്കും കാല് കട്ട് ചെയ്യാണ്ട് തന്നെ ഇവിടെ തറവാട്ടിലും പിള്ളേർക്കും അങ്ങനെ 3 വീട്ടിലേക്കും കൂടെ വിനോട്ടൻ ഒന്നിച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാലൊക്കെ കട്ട് ചെയ്യാണ്ട് വാങ്ങിയിട്ട് വന്നിരിക്കണം. അമ്മയും മകനും കൂടി ഇങ്ങനെ തല്ലുപടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ സിമ്പിൾ ലഞ്ച്. ചിക്കൻ കറി കൂട്ടിയിട്ടാണ്. വരിക്കുട്ടി ചോറ് തന്നെ എടുത്തിട്ട്, എന്നിട്ട് എൻ്റെ പിന്നെ ഞാൻ കോഴിക്കട്ട കൊണ്ടുവന്നത്. അപ്പോൾ അതെടുത്തിട്ട് ചിക്കൻ കറി കൂട്ടിയിട്ടൊക്കെ അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. ബായി പറഞ്ഞാൽ പോകണം എന്നാണ് അല്ലേ, പക്ഷേ കഴിഞ്ഞിട്ടില്ല വീഡിയോ. അപ്പം ഞാനും വരിക്കുട്ടിയും കൂടെ കഴിക്കുന്നതുകൊണ്ട് അവൻ്റെ കഴിക്കാം. അവൻ എപ്പോഴും വാരി കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. 2 ആൾക്കും വാരി കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങൾ 2 ആളും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കുഞ്ഞ് വന്നത്. കുഞ്ഞിക്ക് ചോറും ചിക്കൻ കറിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കെടുത്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞിക്ക് എടുത്തപ്പോഴാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ താങ്ക് യു.